എന്താ എണ്ണീല മളേജ് ലേഖം വരകല് പാം ഓയിലാണോ അത് ഉണ്ടാക്കുക എന്ന് ചോദിച്ചോൽക്കാണ് കേട്ടോ ഈ വീഡിയോ. പാം ഓയിലെന്ന് ചോദിക്കണ പോലെ വെറുതെ ഒന്നല്ല, എണ്ണക്കടിയൊക്കെ ഉണ്ടാക്കണത് പാം ഓയിലല്ലേ. അപ്പോൾ അത് വിചാരിച്ചിട്ട് ചോദിക്കുകയാണ്. എണ്ണക്കടി ഉണ്ടാക്കണ പോലെ തന്നെ ഇതും പാം ഓയിലേക്കാരെന്ന് കേട്ടോ. അപ്പോൾ നല്ല ശുദ്ധമായ എള്ള് ആട്ടണ എണ്ണയാണ് എടുക്കണത് കേട്ടോ. അത് നിങ്ങൾ കണ്ടില്ലേ, എള്ള് ആട്ടിയെടുക്കണ നല്ലെണ്ണയിലാണ് നമ്മൾ ലേഖം വരകണത് കേട്ടോ. എള്ളിനെ നല്ല വിലയാണ്, അതേപോലെ തന്നെ കടയിൽ നിന്ന് വാങ്ങണ നല്ലെണ്ണക്കും നല്ല വിലയാണ് കേട്ടോ. അതിനും ഇരട്ടി വിലയാണ് നമ്മൾ ഈ വാങ്ങണ നല്ലെണ്ണക്ക് കേട്ടോ. ഇത് ഒറിജിനൽ നമ്മളെ കണ്ണു മുന്നിൽ തന്നെ എള്ള് ആട്ടിങ്ങാണ്ടാണ് നമുക്ക് ഈ എണ്ണ തരുന്നത് കേട്ടോ. ഇത് വിശ്വസിക്കാൻ പറ്റിയ എണ്ണയാണ്. കാരണം എന്താ വെച്ചാൽ 10-35 വർഷമായിട്ട് ഞാൻ അറിയണ മില്ല് ഞങ്ങളെ മില്ല് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഫ്രഷ് നാടിൻ്റെ ഒരു കെമിക്കലും ചേർക്കാത്ത നല്ല നാടൻ എള്ളാട്ടിയ നല്ല നാടൻ നല്ലെണ്ണ, അതേപോലെ നാടൻ നെയ്യ്, വിറകടുപ്പിലുണ്ടാക്കുന്ന നാടൻ നെയ്യിലാണ് നമ്മൾ ഈ ലേഹ്യം വരകണത് കേട്ടോ. അപ്പോൾ ആർക്കും വിശ്വസിച്ച് വാങ്ങാൻ പറ്റും കേട്ടോ. പിന്നെ ഇതാ ഒരു കെമിക്കലും ഇല്ലാത്ത സാധനങ്ങൾ എന്ന് പറഞ്ഞില്ലേ, ഇതേ പനഞ്ചക്കര, അതേപോലെ തന്നെ ഈ കടയിലുള്ള സാധനങ്ങൾ ഫുള്ള് കെമിക്കലൊന്നും ചേർക്കാതെ ഉണ്ടാക്കണത്. പിന്നെ നട്ട്സിൻ്റെ പൗഡറാണ് കേട്ടത്. നട്ട്സിൻ്റെ പൊടി, അതേപോലെ പനപ്പൊടി, കൂവപ്പൊടി, അങ്ങനെ നമ്മുടെ നാട്ടിലിപ്പോൾ സുലഭമായിട്ട് കിട്ടാത്ത പൊടികളുണ്ടല്ലോ, ഒറിജിനലായിട്ട് നമ്മളെ വീട്ടുകാരുണ്ടാക്കി കൊണ്ടുവരുന്ന പൊടിയാണ് കേട്ടോ. കുടപ്പനപ്പൊടി, നാടൻ പനപ്പൊടി, കൂവപ്പൊടി, അതേമാതിരി നാടൻ മഞ്ഞൾ പൊടി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ നല്ല ചക്കിലാട്ടിയ നല്ല നാടൻ വെളിച്ചെണ്ണ, അതിൻ്റെ നിറം മണോ രുചി എന്ന് പറയുന്ന പോലെ തന്നെ എന്താണെന്നറിയോ. അതേപോലെ വെയിലത്തിട്ട് കഴുകി ഉണക്കി വൃത്തിയാക്കിയ അരിപ്പൊടി, അതേപോലെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇതൊക്കെ വേണ്ട ഒരു വേഗം ഓർഡർ